തന്നെ എണീച്ചോ? എന്താ പോണേ? ഇവിടെ 6:45 ഉള്ളൂ. നിന്നോട് ആരാ ഇത്ര രാവിലേക്ക് എണീക്കാൻ പറഞ്ഞേ? അമ്മ എന്തോ പറയുന്നു പേടിച്ചിട്ടാണോ? അങ്ങനെയുള്ള ഒരു അമ്മയൊന്നും അല്ല കേട്ടോ ഞാൻ. എന്റെ മോള് സംഗീതമായിട്ട് നീ കല്യാണത്തിന് മുമ്പേ കോണ്ടാക്ട് ഒക്കെ ഉള്ളതല്ലേ. അവള് പറഞ്ഞിട്ടുണ്ടാവില്ലേ, എനിക്ക് എങ്ങനെയാണോ സംഗീത അതുപോലെ തന്നെയാണ് നീ. അല്ലാണ്ട് മോന്റെ ഭാര്യയാണ്, അത് മോന്റെ ഭാര്യക്ക് അടുക്കള കൊടുക്കണം, അടിച്ചു വരിപ്പിക്കണം, തുറപ്പിക്കണം, അങ്ങനെയുള്ള അമ്മായിയമ്മയൊന്നും അല്ല കേട്ടോ ഞാന്. നമ്മളെ കാലത്ത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം. നമുക്ക് എന്താ, നമ്മൾക്ക് അധികം സൗകര്യവും അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയമ്മമാരും നമ്മുടെ കൂട്ടുകുടുംബത്തിൽ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാവുന്ന വരും. പക്ഷെ അതൊന്നും എന്റെ മോളെ കൊണ്ട്, എന്റെ മോൻ വെച്ചിരുന്ന പെണ്ണിനെ കൊണ്ട് ചെയ്യിക്കരുത്. നമ്മള് അനുഭവിച്ചത് എന്തിനാ അനുഭവിപ്പിക്കുന്നത്? അതുകൊണ്ട് നീ എന്റെ സ്വന്തം മോളെ പോലെ. എന്റെ മോളെ പോലെ ഞാൻ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. കാരണം എന്തിനാന്ന് വെച്ചാ കല്യാണം കഴിഞ്ഞ് പോയ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇപ്പല്ല എന്താ പണിയെടുക്കണം എന്നൊക്കെ ഉണ്ടോ? അതെ. അപ്പോ മോളിങ്ങനെ എണീച്ച് വരുമൊന്നും വേണ്ട. ഞാനിങ്ങനെ ഒരു അച്ഛന്റെ ഫയൽ ഉണ്ടായിരുന്നു, അതിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ട് ഞാനും ഇത്ര രാവിലെ ഒന്നും എണീക്കില്ല. എന്തിനാ ഇത്? ആരെ കാണിക്കാനാ? നമ്മളെ സൗകര്യത്തിനല്ലേ എല്ലാം ചെയ്യണ്ടേ. മോള് വേണേ കുറച്ചും കൂടെ പോയി കിടന്നോ. കല്യാണമൊക്കെ കല്യാണത്തിന്റെ തിരക്കിലൊന്നും ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. ആ ധൈര്യമായിട്ട്. അല്ലാണ്ട് രാവിലെ തന്നെ ഈ സിന്ദൂരവും തൊട്ട് വരാനും ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല. മോള് ഇഷ്ടത്തിന് എന്താണ് മോള് കംഫേർട്ട് അതുപോലെ ചെയ്താൽ മതി. ചായക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടോ? ഇല്ലല്ലോ. വേണ്ട പറഞ്ഞോ കേട്ടോ. നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് തന്നെ അല്ലേ. അല്ലാണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യണോ അത് ചെയ്യണം ഞാൻ പറയില്ല കേട്ടോ. അപ്പൊ നീ പോയിട്ടൊക്കെ വാ. ഇപ്പൊ സമയാവട്ടെ. വാച്ച് എപ്പോഴും പണ്ട് സ്കൂളിൽ പോയിട്ടുള്ള ശീലാണ്. എന്റെ കയ്യിലിടക്കിടക്ക് നോക്കിപ്പോണു വാച്ച്. ശരി.